എന്നെ അബ്യൂസ് ചെയ്ത പയ്യനെ പോലും എന്നെ 12 വയസ്സിൽ അബ്യൂസ് ചെയ്ത പയ്യനോട് ഞാൻ ക്ഷമിച്ചാണ്. 12 വയസ്സിൽ ഞാൻ അബ്യൂസ് ആയിട്ടുണ്ട്. ഒരു പയ്യൻ എന്നെ അബ്യൂസ് ചെയ്താണ്. എന്നോട് ഒരാൾ അപ്പോളജൈസ്. ഞാൻ 12 വയസ്സിൽ അബ്യൂസ് ചെയ്തതാണ്. അന്ന് ഞാൻ പലരും പറഞ്ഞു ക്രിക്കറ്റ് ഭ്രാന്തനായിരുന്നു. ഞാൻ ഭയങ്കര ക്രിക്കറ്റ് ഭ്രാന്തനായി. ടെണ്ടുൽക്കറെ പോലെ ക്രിക്കറ്ററാൻ പറഞ്ഞ് നടന്നു പാട്ടിയാണ്. ആ സമയത്ത് കളി കാണാൻ വേണ്ടി ഒരു കേബിൾ ടിവിയിൽ പോയതാണ്. എനിക്കത് ഇതൊന്നും അറിയില്ലായിരുന്നു. അവൻ എന്നെ വേറില്ല. ഈ ഹോമോസെക്ഷൽ ആളായി. മാപ്സ്റ്റിക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട ആറാട്ടനാണ്, അഥവാ സന്തോഷ് വർക്കി. വെൽക്കം ടു 3 വർഷമാവുകയാണ്. ഇന്ന് ആറാട്ടം ഇറങ്ങിയിട്ട് 3 ആറാട്ടിക്കുകയാണ്. അതിന്റെ സ്പെഷ്യൽ ഇന്റർവ്യൂ ആണ്. കഴിഞ്ഞ ഇന്റർവ്യൂ ബസ്സൊക്കെ ഷൂട്ട് ചെയ്തിട്ട് വരികയാണ്. അതെ. അപ്പോൾ 3 വർഷമായി ആറാട്ടം ഇറങ്ങിയിട്ട്. ഈ ഇത്രയും വർഷത്തിനിടയിൽ ഒരുപാട് നല്ലതും ചീത്തയായിട്ടുള്ള നല്ലത് കുറവാണ്. നല്ലതും നടന്നിട്ടുണ്ടല്ലോ. എന്തായാലും കൂടുതൽ വിഷമിക്കുകയും ചെയ്ത നല്ല നടന്നിട്ടുണ്ട്. അതായത് വളരെ കുറവ്. ചില ആൾക്കാർ നമ്മളെ മലപ്പുറം കോഴിക്കോട് അവിടുത്തെ കുറച്ച് ആൾക്കാർ വന്ന് സ്നേഹത്തെ സംസാരിക്കുമ്പോൾ ഒരു 70% ദുഃഖം തന്നെയാണ്. അതായത് ഇപ്പൊ വൈറലായത് ദുഃഖമാണ് കൂടുതലും. കൂടുതൽ ഞാൻ പ്ലാൻ ചെയ്തായിരുന്നല്ല, അറിയാതായിരുന്നല്ലേ. നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എപ്പോഴും തോന്നില്ല വൈറൽ ആവണ്ടായിരുന്നു. പലപ്പോഴും ആലോചിച്ചു. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കണ്ട മതിയായി. കാരണം സൈബർ അറ്റാക്കിൽ ഡെയിലി സൈബർ അറ്റാക്കാണ്. പക്ഷേ ഈ ഒരു സത്യം തുറന്നു പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പണ്ട് പൃഥ്വിരാജ് അനുഭവിച്ചാണ്, പാർവതി തിരുവോത്ത് അനുഭവിച്ചാണ്. പക്ഷെ അവരെല്ലാം സത്യം പറഞ്ഞാൽ അവരുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. ഇപ്പൊ പൃഥ്വിരാജ് പോയി സത്യം പറയുന്നില്ല. പുള്ളിയുടെ സത്യം ഇപ്പം നിന്നു. പണ്ട് മമ്മൂട്ടി മോഹൻലാലിന്റെ കുറ്റം പണ്ടി ഇപ്പൊ അവരുടെ പുറകെ നടക്കുക. പാർവതി തിരുവോത്ത് സത്യം പറഞ്ഞുകൊണ്ട് അവർ ഒതുക്കിയ ആൾക്കാർ. പക്ഷെ അവരും കാസ്റ്റിംഗ് കൗച്ച് ആരാണ് അവരെ അപ്രോച്ച് ചെയ്ത് പറയുന്നില്ല. സത്യം പറഞ്ഞു പ്ലേറ്റോട് ഫിലോസഫർ പറഞ്ഞിട്ടുണ്ട്, സത്യം പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടാണ് ജീവിക്കാം. തിലകനെ ഒതുക്കിയില്ലേ. ഇപ്പൊ വൈറലാവാൻ താല്പര്യം പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. നല്ല തൊലിക്കട്ടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ നമ്മുടെ പെരേരെ പോലെ നല്ല തൊലിക്കട്ടി ഉണ്ടെങ്കിൽ വൈറലായ ഒരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ സെലിബ്രിറ്റി സ്റ്റാറ്റസ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പലതവണയും ഓരോ കാര്യങ്ങൾ ചെയ്യാറുണ്ടല്ലോ. ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം ഒരു കാര്യം പ്ലാൻഡ് അല്ല. ഞാൻ ഡൗൺ ആകുമ്പോൾ എന്തെങ്കിലും സംഭവം ഇങ്ങോട്ട് വരികയാണ്. ഞാൻ ആദ്യം ഡൗൺ ആയ സമയത്താണ് നിത്യമിനിച്ച് വന്നത്. ഈ ഡൗൺ അടിക്കുമ്പോൾ ഇങ്ങനെ വരികയാണ്, ഇങ്ങോട്ട് വരികയാണ്. അല്ലാണ്ട് ഞാൻ അല്ല മീഡിയക്കാരൻ എന്തെങ്കിലും സംഭവിക്കും, എന്തെങ്കിലും സംഭവം നടക്കും. അത് ഞാൻ പ്ലാൻ ചെയ്യുന്നതല്ല. അല്ല എന്നാലും ഇപ്പൊ സെലിബ്രിറ്റി സ്റ്റാറ്റസ് പോവാതിരിക്കാൻ വേണ്ടിട്ട് പല രീതിയിൽ ഓരോന്ന് ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നിത്യമേന ഇഷ്യൂ വരുന്ന മുമ്പ് ഞാൻ എന്ത് ഡൗൺ ആയിട്ട് ഇരിക്കുകയെന്ന് അറിയാം. ഓൾമോസ്റ്റ് വീൽഡ് ഔട്ട് ആയിരുന്നു. അപ്പോഴാണ് ആ ഇഷ്യൂ വന്നത്. ഞാൻ ഒന്നും പ്ലാൻ ചെയ്യാറില്ല. ഡാൻസ് കളിച്ചിടാറുണ്ടല്ലോ. ഡാൻസ് ഇടയ്ക്ക് എനിക്ക് ഇഷ്ടമാണ് ചെയ്യലാണ്. അത് വൈറലാൻ വേണ്ടിയൊന്നുമല്ല. പക്ഷെ അങ്ങനത്തെ വീഡിയോസ് കൂടുതൽ ഓടും. കമന്റ്സ് വായിച്ച് മതിയായി. കമന്റ്സ് വായിച്ച് ഭയങ്കര ചെയ്താലും കമന്റ്സ് വായിക്കില്ല. ഞാൻ കമന്റ്സ് വായിക്കും. എനിക്ക് ഇന്ററാക്ഷൻ നമ്മൾ കാര്യം പറയുമ്പോൾ അവർക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ നോക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ കമന്റ്സ് വായിച്ചാൽ തെരുവിളിയല്ല കുഴപ്പം, കുത്തി വർത്താനമാണ്. കുത്തി കുറേ നോക്കിപ്പിക്കും. കമന്റ്സ് വായിക്കുന്ന എന്നാൽ എനിക്ക് നിർത്താനും പറ്റില്ല. ഒരു ക്യൂരിയോസിറ്റിയിൽ നോക്കുന്നതാണ്. പക്ഷെ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ ആറാട്ടം ഇറങ്ങിയിട്ട് ഇന്നിപ്പോ 3 വർഷമല്ലേ? 3 വർഷമാകുന്നു. അപ്പൊ ഇതിന് ശേഷം അല്ലെങ്കിൽ അതിനുശേഷം ആറാട്ടം ഇറങ്ങിയതിനു ശേഷം ലാലേട്ടനോ ബി ഉണ്ണികൃഷ്ണനോ കണ്ടിട്ടുണ്ട്. ദേപ്പുട്ട് വെച്ചുള്ള കണ്ടിട്ടുണ്ട്. ലാലേട്ടൻ കണ്ടിട്ടില്ല. ലാലേട്ടൻ അവസാനമായിട്ട് ഞാൻ കണ്ടത് ഇത് എന്താണ് പേര്, ഇത് ഗ്രാൻഡ് മാസ്റ്റർ ലൊക്കേഷൻ വെച്ചാണ്. പിന്നെ കണ്ടിട്ടില്ല. ഞാൻ 4 ജനം നേരിട്ട് കണ്ട് സംസാരിക്കുക എല്ലാം ചെയ്തിട്ടുണ്ട്. പുള്ളിയെ കുറിച്ച് ബുക്ക് എഴുതിയതാണ്. നേരിട്ട് അറിയാമായിരുന്നോ? പുള്ളിയെ കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്. സന്തോഷ് വർക്കി എന്നുള്ള വ്യക്തിനെ അറിയാമായിരുന്നോ? എന്നെ അറിയാമുണ്ട്. പുള്ളി മറന്നുപോയിട്ട് ഒരുപാട്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വൈറലായ ശേഷം പുള്ളിയുടെ മാനേജർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആമസോണിൽ ഞാൻ പബ്ലിഷ് ബുക്കിൻ്റെ താഴെ പുള്ളി എഴുതിയിട്ടുണ്ട്, സന്തോഷ് ഐ വാണ്ട് ടു സീ യു എന്നുള്ളത്. പക്ഷേ ഈ പറയുന്ന മോഹൻലാൽ ഒരിക്കലും റിജക്ട് ചെയ്ത ആളാണ്. മോഹൻലാൽ വെച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്ക് വളരെ സെൻസിറ്റീവാന്ന് തോന്നുന്നു. പുള്ളി ആരെങ്കിലും വേദനിപ്പിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ആരെങ്കിലും ഹേർട്ട് ചെയ്താൽ പിന്നെ ഒരു മനസ്സിൽ പോകും. ആ സ്വഭാവമുണ്ട്. അത് പുള്ളി സെൻസിറ്റീവ്. ഞാനായിട്ട് അങ്ങനത്തെ പ്രശ്നം വന്നിട്ടുണ്ട്. എനിക്ക് ഹേർട്ടായി കഴിഞ്ഞാൽ അപ്പം തന്നെ റിയാക്ട് ചെയ്യും. ഞാൻ ആ കാര്യം മമ്മൂട്ടി പോലെയാണ്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അപ്പൊ ഞാൻ വെറുതെ മൂഡൗട്ട് ആവാറില്ല. ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുമ്പോൾ മൂഡൗട്ടാണ്. ഞാൻ മമ്മൂട്ടി പോലെ ആ സമയത്ത് ഞാൻ ദേഷ്യപ്പെടും. കുറച്ച് കഴിയുമ്പോൾ മറന്നു പറയും. ഞാൻ മനസ്സിൽ വെച്ച് നടക്കാറുണ്ട്. എന്നെ അബ്യൂസ് ചെയ്ത പയ്യനെ പോലും എന്നെ 12 വയസ്സിൽ അബ്യൂസ് ചെയ്ത പയ്യനോട് ഞാൻ ക്ഷമിച്ചാണ്. 12 വയസ്സിൽ ഞാൻ അബ്യൂസ് ആയിട്ടുണ്ട്. ഒരു പയ്യൻ എന്നെ അബ്യൂസ് ചെയ്താണ്. അവനെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ ഞാൻ 2 തെറി വിളിക്കാൻ വേണ്ടി നിർത്തിയതാണ്. പക്ഷെ അവൻ എന്നോട് പറഞ്ഞു, സോറി, ഞാൻ ശരിയല്ല, ഇപ്പം ഞാൻ നല്ല ലൈഫാണ് ലീഡ് ചെയ്യുന്ന എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ക്ഷമിക്കുകയും ചെയ്ത.
എന്നോട് ഒരാൾ അപ്പോളജൈസ്, ഞാൻ 12 വയസ്സിൽ അബ്യൂസ്ഡ് ആയതാണ്. അന്ന് ഞാൻ പലരും പറഞ്ഞു ക്രിക്കറ്റ് ഭ്രാന്തനായിരുന്നു. ഞാൻ ഭയങ്കര ക്രിക്കറ്റ് ഭ്രാന്തനായി. ടെണ്ടുൽക്കറെ പോലെ ക്രിക്കറ്റർ നടന്ന പാർട്ടിയാണ്. അപ്പോൾ ആ സമയത്ത് കളി കാണാൻ വേണ്ടി ഒരു കേബിൾ ടി വിയിൽ പോയതാണ്. എനിക്കത് ഇതൊന്നും അറിയില്ല. അവൻ എന്നെ വേറില്ല. ഈ ഓപ്പോസിറ്റ് ആളായി. അല്ല, അതിന്റെ ഒരു മെന്റൽ ട്രോമ അത് കുറെ അഫക്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോ പാർവതി ഇരുപതിന്റെ സംഭവം, പാർവതി ഇരുപത്തി ഇത്ര റിയാക്ട് ചെയ്യാൻ കണ്ടത്. അവര് ചെറുപ്പത്തിൽ ഒരു അബ്യൂസ് നടന്നുണ്ട്. ആരോ അതാണ്. പക്ഷെ ഞാനത് റിക്കവർ എൻ്റെ പ്രശ്നമാണെന്നല്ല. എന്നോട് ഒരാൾ സോറി പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കും. ഞാൻ മനസ്സിൽ വെച്ച് നടക്കാറില്ല. പക്ഷെ ലാലേട്ടൻ്റെ കുഴപ്പം പറഞ്ഞാൽ ലാലേട്ടൻ എല്ലാ സിനിമ ഫീൽഡിൽ എല്ലാവർക്കും അറിയാം. നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് വേണ്ടിപ്പിച്ചാൽ മമ്മൂട്ടിയാണെങ്കിൽ ആ സമയത്ത് ചൂടാവും. ചിലപ്പോൾ 2 മിനിറ്റ് പുള്ളി മറന്നു. ഇങ്ങനെ മനസ്സിൽ വെച്ച് പോകണം. അത് എനിക്ക് അനുഭവമുണ്ട്. ഇപ്പൊ കേരളത്തിന്റെ ഒരു ട്രഡീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടികളൊക്കെ ഒരു 25, 26, 27 വയസ്സ് മുമ്പിൽ കല്യാണം കഴിക്കാറുണ്ട്. 30. അതിപ്പോ ഒരു 3-4 കൊല്ലമായിട്ടുള്ളൂ. സന്തോഷേട്ടന് ഇപ്പൊ ഏകദേശം 40 വയസ്സിന്റെ ആവുന്നു. അപ്പൊ ആ ഒരു പ്രായത്തില് വിവാഹാലോചന അല്ലെങ്കിൽ വിവാഹം കഴിക്കണം എന്നുള്ളൊരു ചിന്ത ഒന്നും ഉണ്ടായിരുന്നില്ല? അല്ല, എനിക്ക് അങ്ങോട്ട് തോന്നില്ല, അവർക്ക് ഇങ്ങോട്ട് തോന്നില്ല. അല്ല, ഞാൻ പറഞ്ഞു എനിക്ക് ലവ് മാരേജ് താല്പര്യം. ഞാൻ പറഞ്ഞു എനിക്ക് ലവ് മാരേജ് അറേഞ്ച് മാരേജ് താല്പര്യമാണ്. അല്ല, ഇനി കല്യാണം നടക്കുന്നില്ല. ഇനി കല്യാണം നടക്കില്ല. ആ സമയത്ത് ഫാദർ ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ പോലും ചേട്ടന് കല്യാണം കഴിച്ച് കാണാൻ ആൾക്കൊരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവില്ല എന്തായാലും. അപ്പൊ എന്തായിരുന്നു ആ ഒരു സമയത്ത് ഒരു തീരുമാനം? എനിക്ക് വേണ്ടി ആരും കല്യാണം ആലോചിക്കില്ല. കാരണം ഞാൻ എല്ലാം തുറന്നു പറയുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. ഞാൻ പോയിട്ടില്ല. ഫാമിലി മെമ്പേഴ്സ് തന്നെ ഒരുപാട് ശത്രുക്കളുണ്ട്. എൻ്റെ റിലേറ്റീവ്സ് എല്ലാം എനിക്ക് എതിരാണ്. കാരണം ഞാൻ അവർ ഈ എന്തെങ്കിലും നടന്നതിന് അപ്പം തുറന്നു പറയും. അതുകൊണ്ട് എനിക്ക് പണ്ടുപോലെ ഫാമിലിയിൽ തന്നെ സപ്പോർട്ട് കുറവാണ്. എനിക്ക് ഞാൻ തുറന്നു പറയുന്നതുകൊണ്ടാണ്, എല്ലാം തുറന്നു പറയുന്നതുകൊണ്ടാണ്. നല്ല കമ്പനിയായിട്ട് ആൾക്കാർ സംസാരിച്ചിട്ട് ഇപ്പൊ ചേത്താനായാലും നമ്മുടെ അലിൻ ജോസ് ആയാലും പല ആൾക്കാരും നല്ല കമ്പനിയായിട്ട് സംസാരിച്ചിട്ട് ഒരു ദേഷ്യം വരുമ്പോ ചേട്ടൻ ചേത്താൻ എന്നെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തു. പൊട്ടണിൽ പറഞ്ഞു കുറെ ഇൻസൾട്ട് ചെയ്തു. പറഞ്ഞു പോയി സത്യം തന്നെയാണ്. പെരേരെ കൊച്ചാണെങ്കിൽ പറഞ്ഞു പോയി സത്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഒരാളെ പേഴ്സണലി ചേട്ടനെ വിശ്വസിച്ചൊരു കാര്യം പറയുമ്പോൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അങ്ങനെ ഒറ്റയടിക്ക് എല്ലാം തുറന്ന് പറയുന്നത് അവരുടെ ഒരു ഇമേജിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഉള്ള കാര്യമാണ് അക്സെപ്റ്റ് ചെയ്യാൻ വയ്യേ. അങ്ങനെ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് മറച്ചു വെക്കുന്ന എന്തിനാണ്? ചിലവർക്ക് അത് പേഴ്സണൽ ആയിട്ടിരിക്കാൻ താല്പര്യമുള്ള കുറെ കാര്യങ്ങളുണ്ടാവും. അതൊക്കെ പബ്ലിക് ആയിട്ട് പറയാൻ ചിലർക്ക് അല്ല, അത് തന്നെ കള്ളത്തരായിട്ട് തോന്നുന്നു. എന്തെങ്കിലും ചെയ്തിട്ട് തുറന്ന് സമ്മതിക്കുക. എന്തിനാണ് ഒളിച്ചു വെക്കുന്നത്? കല്യാണം കഴിച്ച ശേഷം ഞാൻ ലാലേട്ടനെ കുറിച്ച് പറഞ്ഞത് തന്നെയാണ്. കല്യാണം കഴിച്ച ശേഷം വേറെ അവർ പോകുന്നത് ശരിയല്ല. നിങ്ങൾ അങ്ങനത്തെ പ്ലേ ബോയോ വുമണൈസറാണ്, കല്യാണം കഴിക്കരുത്. കാരണം കല്യാണം കഴിച്ചാലും നിങ്ങൾക്ക് പിള്ളേരില്ലെങ്കിൽ കുഴപ്പമില്ല. പിള്ളേർക്ക് കുഴപ്പമില്ലെങ്കിൽ പ്രശ്നമല്ല. പിള്ളേരില്ലെങ്കിൽ കുഴപ്പമില്ല. ഭാര്യയും ഭർത്താവാണെങ്കിൽ ചേത്താൻ്റെ കേസുള്ള അതാണ്. ഭാര്യയും ഭർത്താവാണ്, അവർക്ക് എന്തെങ്കിലും കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ പിള്ളേരുണ്ടാകുമ്പോൾ പിള്ളേരെ ബാധിക്കും. പിള്ളേരെ അത് ഇപ്പൊ ഈ അമേരിക്കയിലല്ല, ഈ മിക്ക ഫാമിലീസും ബ്രോക്കൺ ഫാമിലീസാണ്. ടീനേജ് പ്രഗ്നൻസി എന്ന് പറഞ്ഞ പിള്ളേർ അവിടെ സൈക്കാട്രിക് ഇഷ്യൂ വളരെ കൂടുതലാണ്. ഒരുപാട് പിള്ളേർ എഫക്റ്റഡ് ആവുന്നുണ്ട്. ഇങ്ങനെ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് വരുമ്പോൾ പിള്ളേർ എഫക്റ്റഡ് ആവും. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അണ്ണമേൻ കല്യാണം ഇപ്പം തന്നെ നിയമം പറഞ്ഞത് ഒരു സ്ത്രീക്ക് എത്ര പുരുഷന്മാരുണ്ട്, എന്ത് നിയമമാണ് മനസ്സിലാവുന്നില്ല. സ്ത്രീക്ക് ആവാം, പക്ഷെ പുരുഷന് പാടില്ല. ഒരാണ് ഒരു പെണ്ണിന് നോക്കാൻ പോലും പാടില്ല. പക്ഷെ സ്ത്രീക്ക് എത്ര പുരുഷന്മാരായിട്ട് പ്രണയിക്കാം. പിന്നെ എന്തിനും കല്യാണം കഴിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനും കല്യാണം കഴിക്കുന്നത്? എനിക്ക് മനസ്സിലായി എന്തും മണ്ടൻ നിയമങ്ങളാണ് മനസ്സിലാവുന്നില്ല. കാലം മാറുന്ന അത് എല്ലാ പിന്നെ എന്തിനും കല്യാണം കഴിക്കില്ല. അത് വേണ്ടെന്ന് ഇപ്പൊ യൂറോപ്പിലൊന്നും ആരും കല്യാണം കഴിക്കില്ല. സൽമാൻ ഖാൻ പറയുന്ന ആള് പുള്ളിക്ക് ഒരുപാട് പെണ്ണുങ്ങളായിട്ട് ബന്ധമുണ്ടായി. പുള്ളി കല്യാണം കഴിച്ചില്ലല്ലോ, പുള്ളി കുട്ടികളെ ഉണ്ടാക്കിയില്ല. സൽമാൻ ഖാൻ ചെയ്യുന്ന എന്തെല്ലാം കാര്യമാണ് അതല്ല ചെയ്യേണ്ടത്. അതും ശരിയല്ല. ഇവിടെ സ്ത്രീധനം പെണ്ണുങ്ങളെ എന്നാ ഒരു ഇതിന് വെറും ഫിനാൻഷ്യൽ ആക്കാൻ വേണ്ടി കല്യാണം കഴിക്കുന്നത്. നമ്മൾ വേറെ പറയില്ലേ സ്ത്രീധനം വാങ്ങി കല്യാണം കഴിക്കണം. സ്ത്രീധനം നിർത്തിയിട്ട് കുറെ നാളായി. പുള്ളി അത് അറിഞ്ഞിട്ടില്ലോ സ്ത്രീധനം നിർത്തി. അത് പറയാൻ പറ്റില്ല. എന്തിനാ കല്യാണം കഴിക്കുന്നത്? ഫിനാൻഷ്യൽ ആക്കാൻ വേണ്ടി. പിന്നെ എന്താ ഇപ്പൊ IIT ഇവിടെ എല്ലാം പാക്കേജ് വെച്ച് കല്യാണം കഴിക്കണം. ഇത്തരം കോടികൾ അവസാനം ഇതൊന്നും നിൽക്കില്ല. ബേസിക് ശരിയാണ്, ജീവിക്കണമെങ്കിൽ കാശ് വേണം. ഫാമിലി നമുക്ക് കാശ് വേണം. ഇത് കാശ് വന്ന് നോക്കിയെങ്കിലും ശരിയാവും. ഇവിടെ IIM പാക്കേജ് വെച്ച് കല്യാണം കഴിക്കണം. എൻ്റെ എല്ലാം അടിച്ചു വിധിയാണ്. പണം വേണം, പക്ഷെ പണം അതാണ് അമീർ ഖാൻ വേണം. ഐ നീഡ് മണി ബട്ട് മൈ ഡ്രൈവിംഗ് ഫോഴ്സ് ഇസ് നോട്ട് മണി. പണം വേണം, പക്ഷേ പണം ഡ്രൈവിംഗ് ഫോഴ്സ് ആയി പോയി. IIM ഇങ്ങനെ കല്യാണം കഴിച്ചൊന്നും നടക്കുന്നില്ല. ഡിവോഴ്സ് ആവുകയാണ്.
പിന്നെ അത് മാത്രമല്ല ഒരു പെണ്ണിനെ എങ്ങനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും? ആണുങ്ങളുടെ അവസ്ഥ ദയനീയമാണ്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആണുങ്ങൾ എങ്ങനെ പെണ്ണുങ്ങളെ ട്രസ്റ്റ് ചെയ്യും? എപ്പോഴാ പണി കിട്ടുന്ന പറയാൻ പറ്റില്ല. കാലത്ത് ഇപ്പൊ ആണുങ്ങൾ അനുഭവിക്കുകയാണെന്ന്, പെണ്ണുങ്ങൾക്ക് എല്ലാ നിയമം അനുകൂലമാണ് പറയുന്നുണ്ട്. എത്ര പണി പക്ഷെ ഒരാളെ നോക്കിയ പ്രശ്നമാണ്. അതാണ് ഒരാളെ വീഡിയോ ഇട്ടു, അത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു. ആ പുരുഷനാണ് പ്രശ്നം, പെണ്ണിന് എന്തും ചെയ്യാം. എന്ത് പരിപാടിയാണിത്? ഇനി എങ്ങനെ ഒരു പെണ്ണിനെ വിശ്വസിക്കാൻ പറ്റും നമുക്ക്? എപ്പോഴാണ് പണി കിട്ടുന്ന ആർക്കറിയാം? എനിക്ക് പണി കിട്ടിയില്ലേ? ഒരു ട്രാൻസ്ജെൻഡർ ഞാൻ കണ്ടിട്ടുള്ളൂ ഇല്ല, എൻ്റെ പേരിൽ വന്നില്ലേ ഒരു ദിവസം വഴി എൻ്റെ ഫോട്ടോ വന്നത്? എന്ത് പരിപാടിയാണ് ഇത്? വേറൊരാൾക്കാണ് ആത്മഹത്യ ചെയ്ത് തന്നെ. ഞാൻ എന്താണ് എൻ്റെ റേപ്പ് കേസ് അങ്ങനെ അതൊന്നും വ്യക്തി വേണ്ട, ആളെ കണ്ടിട്ടുള്ളൂ ഇല്ല, എന്ത് ചെയ്യാനാണ്? വേറൊരാൾക്കാണ് ആത്മഹത്യ ചെയ്ത് തന്നെ. ഇപ്പൊ ഇന്നൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ഇപ്പൊ കള്ളവെടിക്ക് പോണ കേസും കാര്യങ്ങളൊക്കെ, മോഹൻലാലിന്റെ കേസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള. ഞാൻ മോളെ കുറിച്ച് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, കല്യാണം കഴിഞ്ഞ ശേഷം പോലും ശരിയല്ല. കല്യാണം കഴിഞ്ഞ ശേഷം പോലും ശരിയല്ല, അത് ശരിയവരുടെ അല്ല. ഇവൻ ചെയ്താന്റെ കേസാണ് ഡിഫറെന്റ് ആണ്, അവർക്ക് മക്കളില്ല, മക്കളെ അത് ബാധിക്കും. അതേപോലെ റീസെന്റ് വൈറലായ ഒരു സംഭവമാണ് ഇപ്പൊ ആറാട്ടനെ പോലീസ് അന്ന് പോലീസ് നോക്കിയിട്ടൊന്നുമില്ല, അത് വെറുതെ ഈ മീഡിയക്കാർ പറയുന്നല്ലോ പോലീസ് നോക്കിയാൽ. ഞാൻ പറഞ്ഞു ഇയാൾ എൻ്റെ ഫാദറിന് എനിക്ക് ഭ്രാന്താണ് പറഞ്ഞു. അപ്പൊ ഞാൻ റിയാക്ട് ചെയ്ത് പറഞ്ഞു, എൻ്റെ ടിക്കറ്റ് ഇട്ട് പറഞ്ഞു. ആ പോലീസ് ഒന്ന് കയറി കണ്ടോളാം. മാനേജറാണോ ഓണറാണോ അറിയാം. ഞാൻ അതിന് വൈകുന്നേരം പോയി പൈങ്കിളിയിൽ മൂവിയും കണ്ടു. പുള്ളി ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ ഇതെല്ലാം ഞാൻ കളംസ് സ്റ്റേഷൻ ഞാൻ പറഞ്ഞാൽ പോയാൽ 2 അഡ്വക്കേറ്റ്സ് ചോദിച്ചു. അപ്പോൾ അഡ്വക്കേറ്റ് പറഞ്ഞു ടിക്കറ്റ് ഉണ്ടെങ്കിൽ കയറി കാണാം, ആർക്കും ചെയ്യാൻ പറ്റില്ല. അത് അയാൾ വിളിച്ചതാണ്. എന്തിനാ ഒന്നറിയില്ല, അയാളെന്തോ സോ കാണിക്കാൻ വേണ്ടി വിളിച്ചോണ്ടാണ്. പക്ഷേ പോലീസിന് കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞു എൻ്റെ ടിക്കറ്റ് ഉണ്ട് പറഞ്ഞു, കയറി കണ്ടോളാൻ പറഞ്ഞു. അല്ല ശരിക്കും പോലീസ് അവിടെ വന്നത് ശരിക്കും സന്തോഷേട്ടനെ ഇറക്കി വിടാൻ വേണ്ടി മാത്രമല്ലേ? എനിക്കറിയില്ല, അത് അയാൾക്കറിയില്ലോ എന്തിനാ പോലീസ് വന്നറിയില്ല. അത് എൻ്റെ അടുത്തേക്കാണ് വന്നത്. ഞാൻ പറഞ്ഞു ഇയാളെ എന്നെ ഭ്രാന്തനെ വിളിച്ചു, പബ്ലിക്കായിട്ട് ഭ്രാന്തനെ വിളിച്ചു. അപ്പോൾ എനിക്ക് ഫീലായി, അപ്പോൾ റിയാക്ട് ചെയ്ത എൻ്റെ ടിക്കറ്റ് ഇടുവോ. വിളിച്ചത് ആ സമയത്ത് തെറിയാണ് സന്തോഷേട്ടൻ വിളിച്ചത്. അയാൾ തുടങ്ങിയത് അയാളല്ലേ? അല്ല പക്ഷെ പബ്ലിക്കിൽ തെറി വിളിക്കുന്ന ഞാൻ ഒരു വേർഡ് എന്താ അറിയാതെ ഉപയോഗിച്ചാണ്. അയാൾ എന്നെ പ്രാന്തനെ വിളിച്ചതിനെ കുറിച്ച് പറയാൻ എന്താ പറയാ, അയാളെ തുടങ്ങിയത്, ഞാനാ തുടങ്ങിയതാ. അയാൾ പറഞ്ഞു ഞാൻ ആ സിനിമയുടെ റിവ്യൂ കൊടുത്തോണ്ടിരിക്കുമ്പോൾ അയാൾ വന്ന് പറയാണ് ഈ പ്രാന്തന്റെ റിവ്യൂ എടുക്കട്ടാണ്. അയാളാ തുടങ്ങിയത്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് വേണമെങ്കിൽ റിവ്യൂ എടുക്കണ്ട പറഞ്ഞു. ആ പ്രാന്തന്റെ വേർഡ് ഉപയോഗിച്ചാൽ എനിക്ക് പ്രശ്നമായിരുന്നു. അതല്ല ഈ പറഞ്ഞ ചെയ്താൻ പോലും ഡോൺ കെയർ പറഞ്ഞ ചെയ്താൻ പോലും എഫക്റ്റഡാണ്. എല്ലാവരും ഒരു രീതിയിൽ മറ്റുള്ള സെൻസിറ്റീവാണ്. അത് പലരും പല രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത്. എന്തുകൊണ്ട് ലാലേട്ടൻ ഇത്ര വൈരാഗ്യം കാണിക്കുന്ന? സെൻസിറ്റീവ് ആയതുകൊണ്ടാണ്. സെൻസിറ്റീവ് അല്ലെങ്കിൽ വൈരാഗ്യം ഉണ്ടാവില്ല. സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് വൈരാഗ്യം വരുന്നത്. വീക്ക് പീപ്പിൾ ടേക്ക് റിവെഞ്ച്, സ്ട്രോങ് പീപ്പിൾ ഫോർഗീവ് എന്ന് പറയും. ഞാൻ എത്ര പേര് ക്ഷമിച്ചാണ്. അല്ലെ അപ്പോഴും ക്ഷമിക്കാറുണ്ടല്ലോ, ക്ഷമിക്കേണ്ട ഒരു അതെ അല്ലെ അപ്പോളജൈസ് ചെയ്ത് ക്ഷമിക്കാം. എന്നോട് അപ്പോൾ ഞാൻ ചെയ്ത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാം, അല്ലാതെ എങ്ങനെ ക്ഷമിക്കാൻ പറ്റും? പൊതുവെ എല്ലാവർക്കും സന്തോഷം ഒരു വൈരാഗ്യം ഉണ്ടല്ലോ സിനിമ. വൈരാഗ്യം അത് സിനിമ അത് ഞാൻ പലതും തുറന്നു പറഞ്ഞുകൊണ്ടാണ്. എന്നെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, പലരെയും കുറിച്ചാണ് ഞാൻ പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഈ ഇവരുടെ മനുഷ്യരാണ്, മമ്മൂട്ടിയായാലും മോളായാലും ഇവരുടെ മനുഷ്യരാണ്. പക്ഷേ ഫാൻസുകാർക്ക് ഇവർ ദൈവങ്ങളെ പോലെയാണ്. അപ്പോൾ അവരെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. ഒരു അവരെല്ലാം മനുഷ്യരല്ലേ, പോസിറ്റീവ് നെഗറ്റീവ് എല്ലാവർക്കും ഉണ്ട്. ഞാൻ രണ്ടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ മോളെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്, ലോകം കണ്ട് മികച്ച ആക്ടറാണ് മോളൽ അഭിനയം പോലെ ആർക്കും പറ്റില്ല. അത് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ഇപ്പം സ്ക്രിപ്റ്റ് സെലക്ഷൻ കൊണ്ടു നിൽക്കുന്ന മമ്മൂട്ടിക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. ഡാൻസ് ചെയ്യാൻ പറ്റില്ല, പാട്ട് ലിപ് മൂവ്മെന്റ് കൊടുക്കാൻ പറ്റില്ല, ഒരുപാട് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ചെയ്താണ് വലിയ ബുക്കി പറയും അയാൾക്ക് മെത്തേഡ് ആക്ടിങ് മാത്രമേ അറിയുള്ളൂ. മോഡൽ മെത്തേഡും ഉണ്ട്, നാച്ചുറലും ഉണ്ട്. മോഡൽ അഭിനയിക്കുമ്പോൾ ആർക്കും അഭിനയിക്കാൻ പറ്റില്ല, അത് എഴുതപ്പെട്ടാണ്. അതിൽ ജോലിയോട് വളരെ ഡെഡിക്കേറ്റഡുമാണ്, ഭയങ്കര ഡെഡിക്കേറ്റഡാണ്. മമ്മൂട്ടിയാൽ പല സിനിമ മൂഡ് ഔട്ടായിട്ട് പ്രൊഡ്യൂസർ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മോഡൽ ഒരിക്കലും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മൂഡ് ഔട്ട് ആവില്ല. കാരണം പുള്ളിയുടെ അമ്മ അസൂരിലെ സമയത്ത് പോലും പുള്ളി ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇങ്ങോട്ട് മാറ്റിയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര പ്രൊഫഷണലിസമാണ്. റെയ്ഡ് എടുക്കുന്ന സമയത്താണ് പ്രണയം അഭിനയിക്കുന്നത്. ആ സമയത്ത് പുള്ളി ബ്ലസ് ചെയ്യാൻ റെസ്റ്റ് ചെയ്യണം പറഞ്ഞു. പുള്ളി ഒന്നും വേണ്ടതാണ്. പുള്ളിയെ ഒരു കാരണം ആ വേറെ ആരും എഫക്റ്റ് ചെയ്യില്ല. പുള്ളി ഒരിക്കലും മൂഡ് ഔട്ട് ആവില്ല. പ്രൊഫഷണലിസം ഭയങ്കരമാണ്, ഭയങ്കര ടാലൻറ്റഡുമാണ്. ഇത് രണ്ടും മമ്മൂട്ടിക്കില്ല. മമ്മൂട്ടിക്ക് ആകെ ഗുണമാണ് ഒരു അച്ചടക്കമുള്ള ജീവിതമുണ്ട്, ഡിസിപ്ലിൻ ലൈഫുണ്ട്. ഫുഡ് അതാണ് ഈ പ്രായത്തിൽ പിടിച്ചേക്കുന്നത്. ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ബാഡ് ഹാബിറ്റ്സ് അങ്ങനെ ഇല്ല, ഫുഡിനുള്ള ലിമിറ്റ് ഉണ്ട്. ആ ഒരു ഇവർ നേരെ ഓപ്പോസിറ്റ് പേഴ്സണാലിറ്റീസാണ് എല്ലാ കാര്യത്തിലും. ഇപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ കമന്റ് നമ്മൾ ഇങ്ങനെയൊക്കെ ഇന്റർവ്യൂ ആണ് എടുക്കുന്നത്, അല്ലെങ്കിൽ വേറെ പണിയില്ലേ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരാറുണ്ട്.
ഇതിപ്പോ ആരെ കേൾക്കാത്ത എല്ലാരും കേൾക്കണ്ടേ വലിയ വലിയ ആക്ടേഴ്സ് എല്ലാം ഫിൽട്ടർ ചെയ്ത് കളയണം എന്തൊക്കെ തെറി കേൾക്കുന്ന അല്ല എന്തുകൊണ്ടായിരിക്കും സന്തോഷോട് സോഷ്യൽ മീഡിയയിൽ 3 പെരേര എന്തൊക്കെ കേൾക്കണം പെരേരക്കും കേട്ടില്ല അതേപോലെ കോഷ്ടി കാണിച്ചിട്ടാണ് നമുക്ക് വേണമെങ്കിൽ പറയാം അത്രത്തോളം. അത് ഞാൻ പറയാം സത്യം പറഞ്ഞാൽ എന്നാ സത്യത്തിന്റെ മുഖം വീർതമാണ് അപ്രിയ സത്യം എന്ന് പറയുന്നതുകൊണ്ടാണ് ചിലർക്ക് ഇവരെ കുറിച്ച് പോസിറ്റീവ് മാത്രം പറയണം. ഇവരെ ചുറ്റും നടക്കാൻ സ്തുതി പാഠകരുണ്ട്. ഇവർ മറ്റേ പൊക്കിക്കൊണ്ട് നടക്കണം. എന്ത് എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ടോളറൻസ് ഇല്ലായ്മയാണ്. ഇപ്പൊ എന്റെ അടുത്ത് സന്തോഷേട്ടനെ പറ്റി ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ആള് നല്ല വിദ്യാഭ്യാസം ഒക്കെ ഉണ്ട്, എന്നിട്ട് എന്തിനാ ആൾ ഇങ്ങനെയൊക്കെ ഒരു പരിപാടിക്ക് പോകണത്, നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്, എന്നാലും ഇങ്ങനെ കോമാളി കളിച്ച് നടക്കുന്നത്. ഞാൻ ഒരു കോമാന്തരം കാണിച്ചിട്ടില്ല, വീഡിയോ കോമാന്തരം കാണിക്കാൻ ഞാൻ ഒരു കോമാന്തരം വടപ്പൂരം കാണിച്ചിട്ടില്ല. ഇപ്പൊ ഇന്നാളെ തന്നെ ഷെയ്നികത്തണ്ട ഞാൻ സംസാരിക്കുന്ന ഇടയ്ക്ക് അത് മാനിപ്പുലേറ്റ് ചെയ്തു. ഞാൻ ഒരു കോമാന്തരം വടപ്പൂരം കാണിച്ചിട്ടില്ല. ഇത് ഇപ്പൊ പെരയുടെ കോമാന്തരം കാണിക്കാൻ എളുപ്പമാണ്, അത് ഡയറക്റ്റായിട്ട് കാണിക്കും. എന്റെ ഇങ്ങനെ വളച്ചു കൊടുക്കുകയാണ്. രാത്രി ആവുമ്പോ സന്തോഷേട്ട വേറെ എന്തോ ലോകത്തേക്ക് പോകുന്നുള്ള രീതി അതല്ല പണ്ട് എഴുതിയ കാര്യമല്ല, ഇപ്പൊ എഴുതുന്നുണ്ടോ? ഇതിലല്ല, രാത്രി ആവുമ്പോ എതിരെ പെണ്ണുങ്ങളെ പറ്റി ഇന്ന് കണ്ടേക്ക് ഇപ്പൊ ഒന്നും എഴുതുന്നല്ലോ. ഞാൻ നിർത്തിയിട്ട് എത്ര നാളായി. അമ്പയറുടെ കൂടെ ഒരു ഫോട്ടോ ഇട്ടതിന് ശേഷം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് ക്രഷ് ഉണ്ടായിരുന്നു, കല്യാണം കഴിക്കാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ വീഡിയോ ഇടുന്നതൊക്കെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആയിട്ടാണ് നമ്മുടെ പബ്ലിക്കിൽ അത് ഒരുപാട് അവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മൈമാനബിയാണ് ഉണ്ണിമൂന്ന ക്രഷ് ഉണ്ടാ, മറ്റേ ഭാവനയ്ക്ക് പെണ്ണുങ്ങൾക്ക് ക്രഷ് ഒന്നും കുഴപ്പമില്ല. പണ്ട് അമീർ ഖാൻ്റെ പറയും എത്ര പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു എല്ലാവരും. ഇപ്പൊ ടോവിനോട് പറയും എത്ര പെണ്ണുങ്ങൾക്ക് ക്രഷ് ഉണ്ട്, എത്ര പെണ്ണുങ്ങൾ ടോവിനോട് ക്രഷ് ഉണ്ട്. പണ്ട് പൃഥ്വിരാജ, അതിനു മുമ്പ് മമ്മൂട്ടി, അതിനു മുമ്പ് ജയൻ, ഇതെല്ലാം എല്ലാ കാലത്തെ പെണ്ണുങ്ങൾ പറയുമ്പോൾ കുഴപ്പമില്ല, ആണുങ്ങൾ പറയുമ്പോൾ കുഴപ്പമുള്ളൂ. പറഞ്ഞുകൊണ്ട് നടക്കേണ്ട എന്തിനാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് പറയുന്നത്, അതായത് ഒരു മൊബൈൽ ഓൺ ആക്കിയിട്ട് എന്തുകൊണ്ടാണ് അതിൽ പറയാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു. അല്ലാതെ എനിക്ക് എന്റെ മനസ്സിൽ തോന്നി, ഞാൻ എന്റെ മനസ്സിൽ തോന്നിയ കാര്യം തുറന്നു പറയുന്നു. അല്ല അതുകൊണ്ട് എന്താണ് നേട്ടം, അതുകൊണ്ട് എനിക്ക് നഷ്ടമേ ഉള്ളൂ. പക്ഷെ ഞാൻ സത്യം തുറന്നു പറയുന്നു. ഞാൻ എന്റെ മനസ്സിലുള്ള കാര്യം പറയാം. അല്ല അങ്ങനല്ല, എന്റെ മനസ്സിലുള്ള കാര്യം പറയുന്നു, അത്രേ ഉള്ളൂ. എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യം തുറന്നു പറഞ്ഞു. പ്ലാറ്റ്ഫോമിൽ പറയുന്നു, പബ്ലിക് ആയിട്ടുള്ള ആൾക്കാർ ചേട്ടൻ്റെ അടുത്ത് കുറെ റിയാക്ഷൻസ് വരുന്നുണ്ട്. അപ്പൊ ചേട്ടൻ റിപ്ലൈ കൊടുക്കാറ് പോലുമില്ല. ഞാൻ കൊടുക്കാറില്ല. അപ്പൊ പിന്നെ കമന്റ്സ് വായിക്കുമ്പോൾ ഫീൽ ചെയ്യാൻ. പക്ഷെ എനിക്ക് സത്യം പറയാതിരിക്കാൻ പറ്റില്ല. അല്ല എന്തിനാ അങ്ങനെ പറയുന്നത്, പൃഥ്വിരാജ് പണ്ട് എന്തൊക്കെയാ പറഞ്ഞത്, പൃഥ്വിരാജ് പണ്ട് മമ്മൂട്ടി മോനെ വെച്ച് എന്തൊക്കെയാണ് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാം നമ്മൾ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്ന ആളാണ്. പക്ഷെ ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ നമ്മൾ അതിനൊരു ഇത് വേണമല്ലോ, എന്തിനാണ് ഇത് പറയണെന്നുള്ള സംഭവം ഉണ്ടല്ലോ. നമ്മളിപ്പോ ഒരു പ്ലാറ്റ്ഫോമിൽ, അത് പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ എല്ലാവരും കാണുന്നതാണ്. ഞാൻ ഈ പറയുന്നല്ലേ ഉള്ളൂ. ഇവിടെ ഹേമ കമ്മിറ്റിയിൽ എന്തൊക്കെയാ നടന്നു കാണാ, അതിനെ കുറിച്ച് ആരും പറയില്ലല്ലോ. ഇവിടെ ഷാബു മോൻ എന്നെ അറ്റാക്ക് ചെയ്തു, എന്തുകൊണ്ട് ഹേമ കമ്മിറ്റിയിൽ കാര്യം ഇവിടെ ഓരോ ഇക്കമാരിൽ എന്തൊക്കെയാണ് കാണിച്ചു നടക്കുന്നത്. ഇപ്പൊ ആരില്ല അത് പറയുന്നുണ്ട്, ആക്ടർ ബാല പറഞ്ഞില്ല, അന്നേ പറഞ്ഞില്ല, ന്യൂസ് ആയിട്ട് പോകും. ഞാൻ ഇതുവരെ ഒരു പെണ്ണിനെ റേപ്പ് ചെയ്തിട്ടില്ല, പിടിച്ചിട്ടില്ല, ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഒരാളെ നിർബന്ധിച്ചിട്ടില്ല. ഒരു ഷെയ്ക്കാൻഡ് കൊടുത്തപ്പോ ഐസലക്ഷ്മിക്കും കുഴപ്പമില്ല, ഐസലക്ഷ്മിക്കും കുഴപ്പമില്ല, എനിക്കും കുഴപ്പമില്ല. നാട്ടുകാർക്കാണ് പ്രശ്നം, ചെയ്താണാണ് പ്രശ്നം. ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ കേസ് പ്യുവർലി ഫേക്ക് കേസാണ്, ഞാൻ ആളെ കൺട്രോളില്ല. ഞാൻ ഒരു പെണ്ണിനെ റേപ്പ് ചെയ്തിട്ടില്ല, നിർബന്ധിച്ച് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ ഹേമ കമ്മിറ്റിയിൽ എന്തൊക്കെയാണ് നടൻ സിദ്ദിഖ് എന്താ ചെയ്തത്, ഇന്ന് പുള്ളിയെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം കേസാണ്. അപ്പോൾ പോലീസ് മുഴുവൻ കറപ്റ്റാണ്, നിയമം എല്ലാം കറപ്റ്റായിരിക്കുകയാണ്. ഹേമ കമ്മിറ്റി എവിടെ പോയി, ഒന്നും പറയില്ലല്ലോ. WCC പോലും ഹേമ കമ്മിറ്റി വന്നപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. എന്തുകൊണ്ട് പാർവതി ജീവിതത്തെ ആരാണ് ആ കാസ്റ്റിംഗ് വെച്ച് അപ്രോച്ച് ചെയ്ത് പറയാത്തത്? പേടിച്ചിട്ടാണ്. എന്താ കാരണം? കൊന്നുകളി. അതാണ്. അപ്പോൾ ഗുണ്ടായിസല്ലേ. പൃഥ്വിരാജ് പണ്ട് സത്യം പറയും, ഇപ്പൊ എവിടെ സത്യം പറയുന്നു? ഇപ്പൊ മോനെല്ലാം കുറെ കണക്കുകയല്ലേ. പണ്ട് എന്തൊക്കെ സത്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്ന ആളാണ്. എല്ലാവർക്കും അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. ഹേമ കമ്മിറ്റി എവിടെ പോയി? നിങ്ങൾ അതൊക്കെ ചെയ്യും. ഇപ്പൊ എവിടെ കേൾക്കണോ, എന്തൊക്കെയാണ് നടന്നിട്ടുണ്ടാ, അത് എത്ര മറച്ചു വെച്ചു, എന്താ കാര്യം മറച്ചു വെച്ചു, അതിനെക്കുറിച്ച് എൻ്റെ ആൾക്കാർ പറയാത്തത്. അപ്പോൾ പറയും സിനിമ ഫീൽഡ് മാത്രമാണ്, എല്ലാ ഫീൽഡിലും ഇങ്ങനെ അല്ലേ പറയും. എനിക്കറിയില്ല. അതല്ല, ഈ സിനിമാക്കാരെ മന്ത്രിമാരെ എന്നെ ഒതുക്കുന്നതാണ്. ഒരു സിനിമാക്കാരനെ മന്ത്രിയെ പേര് പറയാനില്ല, അയാൾ പറഞ്ഞു ഇതിൽ പേടിക്കത്തക്ക ഒന്നുമില്ല, പറയാൻ പോലും എനിക്ക് അറിയില്ല, സംസാരിക്കാൻ പോലും അറിയില്ല, പേടിക്കത്തക്ക ഒന്നുമില്ല. അയാൾ നോക്കിയപ്പോൾ എന്തൊക്കെയാ അവർ കാണിച്ചു കൂട്ടുന്നത്? അല്ലേ പറ്റി ഞാൻ പറഞ്ഞേ, ഇതിപ്പോൾ പറഞ്ഞാൽ ഈ സെക്സ്വാലിറ്റി ചിലർക്ക് കൂടുതലായി, ചിലർക്ക് കുറവായി. പക്ഷെ ഇത് ഒരാൾ നിർബന്ധിക്കുന്ന ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല. ഒരാൾ നിർബന്ധിക്കുന്ന, ഫോഴ്സ് ചെയ്യിപ്പിക്കുന്ന, മ്യൂച്വൽ കൺസൾട്ട് ചെയ്യുന്ന നല്ല പ്രശ്നം. അതും കല്യാണം കഴിഞ്ഞ ശേഷം ചെയ്യുന്ന എന്നെ സംബന്ധിച്ചോളം തെറ്റാണ്. നമുക്കൊരു ഫാമിലി ഉണ്ടായിട്ട് വേറെ ആൾ പുറകെ പോകുന്നത് ശരിയല്ല. പക്ഷെ അത് ഇപ്പൊ ഭാര്യയ്ക്ക് പ്രശ്നമല്ലെങ്കിൽ പിള്ളേരെ ബാധിക്കുമോ? അത് അന്ന് പിന്നത്തെ കല്യാണം കഴിക്കുന്നത്, ഭാര്യയ്ക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നത്തെ കല്യാണം കഴിക്കുന്നത് അല്ല, ഭാര്യയ്ക്ക് ഭർത്താവിന് പിന്നെ അവർ കല്യാണം കഴിക്കുന്ന ഇസ്ലാം മത വിശ്വാസികൾ പണ്ടുണ്ടായിരുന്നു,
എത്ര വിവാഹങ്ങൾ വേണമെങ്കിലും കഴിക്കായിരുന്നു പണ്ട്. അല്ല ഇപ്പോഴത്തെ കാര്യം പറഞ്ഞേ, നമുക്ക് വേറെ ആളായിട്ട് ബന്ധമുണ്ടെങ്കിൽ നമ്മൾ എന്തൊരു കല്യാണം കഴിക്കുന്ന നമുക്ക് ഒരു പെൺകുട്ടിയോട് ലവ് ആണെങ്കിൽ സ്നേഹമാണെങ്കിൽ നമുക്ക് ആ പെൺകുട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ലസ്റ്റ് വരുമ്പോൾ വേറെ വളരെ പുറകെ പോകുന്ന അറിയോ. ലവ് ആണെങ്കിൽ ഒരാളെ മതി. ഇത് ലസ്റ്റ് വരുമ്പോഴാണ് വേറെ പെണ്ണിന് പുറകെ പോകുന്നത്. എല്ലാവർക്കും ഒരാളോട് മാത്രമല്ല പലരോടും സ്നേഹം ഉണ്ടാവുമായിരിക്കില്ല. ലവ് ഒരാളോട് എനിക്ക് ഞാൻ പറയാം നിത്യമേന ആളെ ഞാൻ പ്രണയിക്കാൻ എനിക്ക് അഫയർ സമയത്ത് എനിക്ക് വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ അവരെ മോശം രീതിയിൽ കണ്ടിട്ടുമില്ല. ശരിക്കും ലവ് എന്നാണ് ഒരാളുടെ ഉള്ളൂ. ലസ്റ്റ് വരുമ്പോൾ വേറെ വളരെ ക്രഷ് ഒന്നല്ല, എനിക്ക് ഇഷ്ടമായിരുന്നു എനിക്ക് അവരുടെ സിനിമയെ കണ്ടിട്ടില്ല. ഞാൻ അവരുടെ സിനിമയിൽ അവരുടെ വീഡിയോസ് കണ്ടാണ് അവരുടെ ഇന്റർവ്യൂസ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല ഇപ്പൊ നിത്യാമേനോനെ ഇഷ്ടമല്ല അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ വന്നല്ലോ. അതിനുശേഷം ഒരുപാട് പേര് ഇഷ്ടമാണെന്ന് സന്തോഷേട്ടൻ പറഞ്ഞു. അത് ശരിക്കും ലവ് ആയിരുന്നോ ക്രഷ് ആയിരുന്നോ? ക്രഷ് ആയിരുന്നു. നിത്യമേനോണ്ടായിരുന്നു ലവ് ആയിരുന്നു. എനിക്ക് മനസ്സിലായി ട്രൂ ലവ് വർക്കൗട്ട് ആവില്ല. ഈ കാലത്ത് ട്രൂ ലവ് വർക്കൗട്ട് ആവില്ല. അവസാനം ആത്മഹത്യ ചെയ്യുക എന്തൊക്കെയാണ് നടക്കുന്നത്. ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർ കണ്ടില്ല 2005 ജനിച്ച അവരെന്നെ കൂടുതൽ കളിയാക്കണം. അവർക്കെല്ലാം ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് എല്ലാം ഉണ്ട്. അവർക്ക് ബ്രേക്കപ്പ് അയക്കാൻ ഒരു വിഷമവും ഇല്ല. കാരണം അവർക്ക് ആ സിൻസിയറിറ്റി ഇല്ല. അവർക്ക് ആ ഒരു ഇതില്ല. ട്രൂ ലവ് ഇനിയുള്ള കാലത്ത് പണ്ട് എടപ്പലിലാകെ എത്ര പേര് ആത്മഹത്യ ചെയ്യണം. ട്രൂ ലവ് ഇനിയുള്ള കാലത്ത് വർക്കൗട്ട് ആവില്ല. പ്രാക്ടിക്കലി പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് അവർ സെക്ച്വലി ഫ്രസ്ട്രേറ്റർ ഒന്നല്ല. ഇപ്പോഴത്തെ പിള്ളേരാ ഈ ന്യൂജൻ പിള്ളേരാ. ഇവർക്ക് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഉണ്ട്. അവർ അത് പറയുമ്പോൾ സന്തോഷയുടെ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആണോ? അതായത് വിവാഹം കഴിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം അല്ലെങ്കിൽ ഇപ്പോൾ കള്ളവെടിക്ക് വെക്കാൻ പോകുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞ് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇടാം. എനിക്ക് ആവശ്യത്തിനേ ഉള്ളൂ. ഞാൻ പ്ലേ ബോയും അല്ല ചണ്ടനും അല്ല, അതിൻ്റെ ഇടയിലാണ്. അതിപ്പോൾ തിയേറ്ററിൽ കിടന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഏതോ ഉണ്ണികൃഷ്ണനോ അങ്ങനെ എന്തോ റിവ്യൂ പറയുന്ന വേറൊരാളായിട്ട്. അയാൾ പ്രായമായ മനസ്സിലാക്കി അത് സംഭവം പറഞ്ഞാൽ അയാൾ വേറൊരു ആൾക്കാർ പറഞ്ഞു സന്തോഷ് വർഗി ഫേമസ് ആവാൻ വേണ്ടി എന്തും ചെയ്യുമോ. അത് ഞാൻ ചോദിച്ചു അയാളോട്. അപ്പോൾ അയാളാണ് ഫ്ലെയറപ്പ് ചെയ്യുന്നത്. അയാൾ 72-70 വയസ്സുള്ള അയാൾ വിട്ടേക്കുക. ഇനി അത് പുള്ളിയാണ് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ പുള്ളിയാണ് എന്നെ ഒതുക്കാൻ വേണ്ടി പെരേരെ കൊണ്ടുവന്നത്. പുള്ളിക്ക് എന്നോട് അസൂയ ഉണ്ടായി. അത് പുള്ളി അംഗീകരിക്കുന്നില്ല. പുള്ളിക്ക് എന്നോട് ഭയങ്കര അസൂയയായി. പെരേരെ കൊണ്ട് എന്നെ ഒതുക്കാൻ വേണ്ടിയായിരുന്നു. പിന്നെ പുള്ളിയുടെ പേഴ്സണൽ കാര്യം ഞാൻ പറയുന്നില്ല, കാരണം ഇത്ര പ്രായമായി, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇപ്പൊ നിത്യമേനോന്റെ കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഈ മെർസൽ സിനിമയൊക്കെ ഇറങ്ങിയപ്പോ സിനിമ കണ്ടൊന്നല്ല ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു പ്രണയം അല്ല. അന്ന് ഈ ആണുങ്ങളെല്ലാം വേറെ രീതിയിൽ പറയുമ്പോൾ എനിക്ക് ഫീലിംഗ് ഉണ്ടായി. വേറെ നിത്യമേനോന്റെ ബോഡിയിൽ ഇങ്ങനെ സ്കാൻ ചെയ്ത പലരും പറയുമ്പോൾ എനിക്ക് ഫീൽ ആവുകയാണ്. ഇപ്പം എനിക്കതില്ല. ഇപ്പം ഞാൻ മനസ്സിൽ പോയി അത്. കാരണം ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ എന്നാ എനിക്ക് മനസ്സിലായി അവരാരാണ്. അപ്പം തന്നെ മനസ്സിൽ പോയി. പിന്നെ അവരെ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അന്നല്ല ആൾക്കാരിങ്ങനെ പറയുമ്പോൾ എനിക്ക് ഫീൽ ആവുകയാണ്. പല ആണെങ്കിലും പറയും ഇവർ ബോഡി സ്കാൻ പറയുമ്പോൾ ഫീൽ ചെയ്യാം. ഇപ്പം എനിക്കതില്ല. ബോഡി ഷേമിംഗ് അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ബോഡി സ്കാൻ ചെയ്ത് പറയുമല്ലോ പറഞ്ഞു പല അഡൽട്ട് ജോക്കിലായി. അങ്ങനെയുള്ള ആൾക്കാർ പറയുമ്പോൾ എനിക്ക് ഫീൽ ആവുകയാണ്. ഞാൻ ഒരു അറ്റ്ലീസ്റ്റ് ഫോൺ കോൺടാക്റ്റിൽ വെക്കാണ് പറഞ്ഞത്. കല്യാണം കഴിക്കും വേണ്ട ഒന്നും വേണ്ട, ഫോൺ കോൺടാക്ട് അതുപോലെ അവർ തേറാനില്ല. എന്നോട് വേറെ പല ആൾക്കാർ പറഞ്ഞപ്പോൾ അപ്പം തന്നെ പറഞ്ഞിട്ട് താല്പര്യമില്ല, അവിടെ കഴിഞ്ഞു. ഈവൻ ജാങ്കോ സ്പെഷ്യലിസ്റ്റ് സ്നേഹ രജി അപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അവർ സെലിബ്രിറ്റി ഉണ്ടോ? ഇത് എത്ര നാൾ ശേഷമാണ് പറയുന്നത്. അതിന് അവർ ഡിസ്റ്റർബൻസ് ആ മെസ്സേജ് അയച്ചപ്പോൾ നിർത്തിയതുമാണ്. അതിനകത്ത് ഈ ബിഹൈൻഡ് വോയ്സിലെ രജനീഷാണ് രണ്ടാമത് കൊണ്ടുവന്നത്. അത് ക്ലോസ് ചാപ്റ്ററാണ്. എൻ്റെ ഫാദർ മരിച്ചുപോയി. അത് എൻ്റെ ഫാദർ മരിച്ചു, ഞാൻ എല്ലാം മറന്നാണ്. പിന്നെ എൻ്റെ മനസ്സിൻ്റെ എല്ലാം പോയി. എന്നിട്ട് അത് രണ്ടാമത് കൊണ്ടുവന്നിരിക്കുകയാണ്. അവരുടെ ആ വർത്തമാനം കേട്ടപ്പോൾ വളരെ ഫീൽ ചെയ്തു. അതോടെ എൻ്റെ മനസ്സിൽ പോയി. പിന്നെ അവരെ വിളിച്ചിട്ട് പോലും ഒരു ബന്ധമില്ല. എല്ലാവരും എന്നെ സ്റ്റോക്കറിനെ വിളിക്കും. ഞാൻ എന്ത് സ്റ്റോക്കിങ് നെഗറ്റീവ് സ്റ്റോക്കിങ് ഞാൻ ചെയ്തിട്ടില്ല. സ്റ്റോക്കിങ് പറയുമ്പോൾ പോസിറ്റീവ്. ഇപ്പോൾ ലാലേട്ടൻ്റെ ഭാര്യ സുചിത്ര ലാലേട്ടന് പുറകെ കുറേ നാൾ നടന്നുണ്ട്. ലാലേട്ടൻ്റെ പുറകെ കാർഡ് അയച്ചു മറ്റുള്ള കുറേ അത് സ്റ്റോക്കിങ് അല്ലേ. ഞാൻ എനിക്കാണെങ്കിൽ ഇപ്പം എനിക്ക് നിത്യമേനോട് എവിടെയാണ് എല്ലാം അറിഞ്ഞിട്ട് എനിക്ക് വൈരാഗ്യം കാണിക്കാം. റേപ്പോ അല്ലെങ്കിൽ ആസിഡ് അടക്കി ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ. അതാണ് നെഗറ്റീവ് സ്റ്റോക്കിങ്. ഈ പോസിറ്റീവ് സ്റ്റോക്കിംഗ് ആണ്. അതായത് പ്രണയിക്കുമ്പോൾ ആണ് ചെയ്യില്ല. ഒരാൾക്ക് ഇഷ്ടം സുചിത്ര പോലെ ചെയ്തിട്ടുണ്ടോ? അല്ലല്ല, പോസിറ്റീവ് രണ്ടും ഉണ്ട്. സ്റ്റോക്കിംഗ് എന്ന സാധാരണ ആൾക്കാർ ഒരു പറയാം, അതിൽ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. സുചിത്ര മോളെ ചെയ്ത പോസിറ്റീവ് സ്റ്റോക്കിംഗ് ആണ്. അവർ ഒരു ദിവസം 5 കാർഡ് കഴിക്കുകയായിരുന്നു മോളാണ്. 2 വർഷം മോളാൽ പുറകെ നടന്നതാണ്. മോളാൽ ഭയങ്കര പ്രണയമാണ്. പക്ഷെ അവർ മറ്റേ ഈ നെഗറ്റീവ് സ്റ്റോക്കിംഗ് പറയുന്നത് ഈ ആസിഡ് അറ്റാക്ക്, റേപ്പ്, വൈരാഗ്യം കൊണ്ട് ഇപ്പോൾ ഈ ടേക്ക് ഓഫിൽ കാണിക്കുന്നില്ലേ, ആ പരിപാടി ഞാൻ ചെയ്തിട്ടില്ല. ബാംഗ്ലൂർ പോയത് അവരെ കാണാൻ വേണ്ടിയാണ്. പക്ഷെ കാണാൻ പറ്റിയില്ല. അവിടെയല്ല അമൽ നീരദ്, VK പ്രകാശ്. ഞാൻ പിന്നെ എത്ര കഷ്ടപ്പെട്ടു. ഞാൻ പീരുമേഡിൽ പോയിട്ട് പ്രാണാണ് സിനിമ ലൊക്കേഷൻ വെച്ച് കണ്ടപ്പോൾ അവരൊന്നും മിണ്ടാതെ നൈസായിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു. VKB എന്ന് പറഞ്ഞിങ്ങനെ പോയി. അത് കഴിഞ്ഞ് കോളാമ്പി ലൊക്കേഷൻ ട്രിവാൻഡ്രത്ത് വെച്ചാണ് അവർ പറയുന്നത്. അവർ പറഞ്ഞു ഒരു ഫോൺ കോണ്ടാക്ട് അത് പോലും പറ്റില്ലാവും, ഇമ്പോസിബിൾ ആവണം. എന്നെ ഭയങ്കര ഉപദേശമായി അവിടെ ഒന്ന്. ഞാൻ എന്ത് ചെയ്യണം?
എനിക്ക് വളരെ ഫീൽ ചെയ്തു. ഒരുപാട് വേദന വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പം ഞാൻ സ്റ്റോക്കറിന് പേരിൽ അറിയപ്പെടാം. എനിക്ക് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ശരിയാണ്, മറക്കാൻ പറ്റിയില്ല. കാരണം ഇത് കുറേ നാൾ കഴിയുമ്പോൾ മറക്കാൻ പറ്റാത്തൊരവസ്ഥ. അത് പ്രണയിക്കുന്നവർക്ക് അറിയാം. എന്തായാലും ഇനി പ്രണയിക്കാനില്ല, മതിയായി. ഒരു ഭയങ്കര പ്രശ്നമാണ്. ട്രൂ ലവ് ആണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അത് വൺ സൈഡ് ലവ് പെയിൻഫുൾ ആയ തമാശക്കല്ല പറഞ്ഞു, വേദനയോട് പറഞ്ഞാണ്. വൺ സൈഡ് ലവ് വളരെ രസം തന്നെയാണ്, ശരിക്കും അനുഭവിച്ചാണ്. ഇനി എനിക്ക് തോന്നില്ല ട്രൂ ലവ്. ഞാൻ ഇനി പെണ്ണുങ്ങളായിട്ട് ഒരു ബന്ധം വെക്കില്ല. കാരണം ഭയങ്കര പണിയാണ്, എപ്പോഴാണ് പണി കിട്ടുന്ന പറയാൻ പറ്റില്ല. ഈ ട്രാൻസ്ലേറ്റർ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ ആ ടി വിയിൽ വരുമ്പോഴാണ് കാണുന്നത്. അപ്പോൾ ആറാട്ടൻ എന്ന വ്യക്തി, അല്ലെങ്കിൽ ആറാട്ടൻ ഇന്ന് 3 വർഷമായി, ആറാട്ട് അണ്ണൻ വൈറലായിട്ട് 3 വർഷമായി. അപ്പോൾ ഇനി എന്താണ്? എനിക്കറിയില്ല. തുടർന്ന് ഇതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഞാൻ ട്രാക്ക് മാറ്റാൻ പോവുകയാണ്. എങ്ങനെ? പക്ഷേ ഞാൻ ഇന്റർനെറ്റിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ റീച്ച് പോവും. എന്നാലും ഇടയ്ക്ക് കുറച്ച് അഡൽ കണ്ടൻഷൻ ഇടുകയായിരുന്നു. അതേ നിർത്തിയിപ്പോൾ. കാരണം അതെനിക്ക് ആ സമയത്ത് ഫിനാൻഷ്യൽ ഇത് വന്നപ്പോഴാണ് ഞാൻ ചെയ്തതാണ്. ഇപ്പോഴും ആൾക്കാർ ഇന്റർവ്യൂ പോകുമ്പോൾ അതാ ചോദിക്കുന്നത്, പഴയ കാര്യങ്ങളാണ്. അത് നിർത്തിയിട്ട് 6 മാസമായി, ഇപ്പോൾ ഒന്നും ചെയ്താറില്ല. അതേ കാരണം ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന അങ്ങനത്തെ കാര്യങ്ങളാണ്. ക്രൈം നന്ദകുമാരെല്ലാം അറിയാറില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഇങ്ങനത്തെ കാര്യങ്ങളാണ്. വേറെ കോമാത്രം കാണിക്കും. എനിക്ക് കോമാത്രം കാണിക്കാൻ പറ്റില്ല. അവൻ നമ്മൾ ഇറക്കിയാണ് ആ വേണ്ടി നമ്മൾ നിർത്തിയിട്ട് നാളുകളായി. പക്ഷേ ഇപ്പോഴും ഇന്റർവ്യൂ പോകുമ്പോൾ പഴയ കാര്യം പറയാം. ഇവിടെ അങ്ങനത്തെ എല്ലാം വിറ്റ് പോകുന്നു. എന്തുകൊണ്ട് ഇപ്പം ഞാൻ തന്നെ എന്നെ തന്നെ പോലീസ് തൂക്കി അങ്ങനെയൊക്കെയാണ് ക്യാപ്ഷൻ കൊടുത്ത ആൾക്കാർ. ശരിക്കും അതാണ് സംഭവിച്ചാൽ. കാരണം അങ്ങനെ ക്യാപ്ഷൻ കൊടുത്താലേ ആൾക്കാർ കാണുള്ളൂ. അങ്ങനെ ക്യാപ്ഷൻ കൊടുത്താലേ ആൾക്കാർ കാണുള്ളൂ. ഇവിടെ ഏറ്റവും കോമാളിത്തം അല്ലെങ്കിൽ അഡൾട്ട് അല്ലെങ്കിൽ കുറ്റം പറയും, ഇതൊക്കെ വിറ്റ് പോകുള്ളൂ. നല്ലത് ആർക്കും വേണ്ട, പിന്നെ എന്ത് ചെയ്യണം? അത് മീഡിയക്ക് തന്നെ അറിയാം. അപ്പോൾ ഇനിയിപ്പോൾ നാളെ മുതൽ എന്താണ് പരിപാടി, അല്ലെങ്കിൽ എന്താണ് ഒരു പ്ലാൻ? 3 കൊല്ലം തികഞ്ഞല്ലോ. അല്ല, ഇപ്പം എൻ്റെ റീച്ച് കുറഞ്ഞു വരികയാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ റീച്ചുള്ള പെരേരയ്ക്കാണ്. എൻ്റെ റീച്ച് കുറഞ്ഞു വരികയാണ്. ഇത് കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് മടുക്കും. ഇപ്പം സന്തോഷ് പണ്ഡിറ്റല്ല ഫീൽഡ് ഔട്ട് ചെയ്ത് അങ്ങനെയാണ്. ഞാനൊരു ഫീൽഡ് ഔട്ട് ആവുന്ന അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കുറച്ച് കഴിയുമ്പോൾ നിലനിർത്താൻ ഇന്റർനെറ്റിലെ കാര്യം പറയുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസ് വളരെ കുറവാണ്. അല്ല, നമ്മളിപ്പോ ഒരു ക്വാണ്ടം ഫിസിക്സ് എനിക്ക് ഇൻസ്റ്റയിലും റീച്ച് എൻ്റെ റീച്ച് ഉണ്ട്. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും റീച്ച് ഉണ്ട്. പക്ഷെ ഇന്റർനെറ്റിലെ അല്ല, റീച്ച് എൻ്റെ കൂടി. ഇപ്പൊ യൂട്യൂബ് വളരെ കുറവായിരുന്നു. യൂട്യൂബ് കൂടി, ഫേസ്ബുക്ക് പണ്ടേ ഉണ്ട്, ഇൻസ്റ്റയിൽ നന്നായിട്ടുണ്ട്. വേറെ മീഡിയക്കാർ അധികം വിളിക്കുന്നില്ല. ഞാൻ തിയേറ്ററിൽ കാണില്ല. മോഹൻലാൽ പടം തിയേറ്ററിൽ കാണില്ല. കാരണം തിയേറ്ററിൽ കണ്ട അടി ഉറപ്പാണ്. ഫാൻസുകാർക്ക് ഭയങ്കര ദേശീയനുണ്ട്. ഇപ്പോഴും ലാലേട്ട ഫാനൊക്കെയാണ്. പക്ഷെ ഇപ്പോഴും ലാലേട്ട ഫാൻ ഇല്ല. ഇപ്പൊ ഇതെന്ന് നല്ല എമ്പുരാനും തുടരുമെല്ലാം കാണാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് തിയേറ്ററിലൊന്നും കാണാൻ പറ്റില്ല. റിവ്യൂ ചെയ്യും. പക്ഷെ തിയേറ്ററിലൊന്നും കണ്ടു എനിക്ക് അടി ഉറപ്പാണ്. അല്ല, അപ്പോൾ ഒരു പോലീസ് പ്രൊട്ടക്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ. ഇവര് മോഹൻലാൽ ഫാൻസ് വളരെ ടോക്സിക്കാണ്, ഭയങ്കര ടോക്സിക്കാണ്. ഞാൻ പറ്റേ അന്ന് ആറാട്ടി അതിൻ്റെ ഭീഷ്മ ഇറങ്ങിയപ്പോൾ ഞാൻ ഉള്ളിൽ കയറിയപ്പോൾ മമ്മൂട്ടിയുടെ ഫാൻസുകാർ ആറാടിക്കുകയാണ് പറഞ്ഞത്. അന്ന് ഞാൻ മോഹൻലാലിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സമയമാണ്. അന്ന് മമ്മൂട്ടി ഫാൻസ് പറഞ്ഞു ആറാടിക്കുകയെന്ന് പറഞ്ഞു. നേരെ തിരിച്ചാണെങ്കിൽ എന്തൊക്കെ അവസ്ഥ അറിയാം. മോഹൻലാൽ ഫാൻസ് വളരെ ടോക്സിക്കാണ്. മമ്മൂട്ടി ഫാൻസ് എനിക്ക് അറിയാം. ഞാൻ മമ്മൂട്ടിയുടെ ബർത്ത്ഡേക്ക് പോയപ്പോൾ എല്ലാം അവർ ടോക്സിക് അല്ല. അവർ മമ്മൂട്ടിയുടെ എല്ലാ തരത്തിലും അംഗീകരിക്കുന്നു, കാറിലും അംഗീകരിക്കുന്നു, എല്ലാ തരത്തിലും കാണിക്കും. പക്ഷേ മോഹൻലാൽ ഫാൻസുകാർ എന്താണ്? മോഹൻലാൽ ഫാൻസുകാർ 2 ഗ്രൂപ്പുണ്ട്. നരസിംഹന് മുമ്പും നരസിംഹന് ശേഷവും. നരസിംഹ മുമ്പുള്ള ഫാനാണ് ഞാൻ. നരസിംഹന് ശേഷമുള്ള ഫാൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻസ് എല്ലാം ഭയങ്കര ടോക്സിക്കാണ്. മാസ്. ഇപ്പൊ മോഹൻലാലിന്റെ വില്ലൻ ഓടിയില്ല, പ്രണയം കൂടെ മൂവി പ്രൊമോട്ട് ചെയ്തില്ല. അതാണ്. അപ്പൊ അവര് ഭയങ്കര ടോക്സിക്കാണ്. അവർക്ക് ഈ മീശ പിരിക്കൽ ഇതൊക്കെയാണ്. അത് ഇടയ്ക്കാവാം, പക്ഷെ അത് മാത്രമേ ശരിയാവും. അവരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അവർ ഇപ്പൊ വിജയ് ഫാൻസ് ആണെങ്കിലും ഇതാണ്. എന്റെ എതിർത്ത് പറഞ്ഞാൽ അടി ഉറപ്പാണ്. അത് ഞാൻ ചേത്തൻ നേരത്തെ പറഞ്ഞാണല്ലോ. അല്ല, അത് ഞാൻ ഇപ്പൊ എനിക്ക് തുടരുമെന്ന മൂവി നല്ല പ്രതീക്ഷയുണ്ട്. എമ്പുരാൻ കുഴപ്പമില്ല, എനിക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇങ്ങനെ മാർക്കറ്റിംഗ് കാണുമ്പോൾ ചെറിയ സംശയമുണ്ട്. പിന്നെ ഇപ്പോൾ സത്യന്തികാട് പടം, ഇപ്പം മീശ താടി എടുത്തു പുള്ളി. പിന്നെ അങ്ങനെ കുറേ ആളെ പടം വരുന്നുണ്ട്. ഇനി പിന്നെ ആരാണ് മറ്റേ ആവേശത്തിൻ്റെ ചാൻസ് കൊടുത്തു. കുറേ ആളെ പടം വരുന്നുണ്ട്. ഇനി ശരിക്കും പറഞ്ഞാൽ മോഹൻലാലിൻ്റെ ഒരുപാട് നാളെ മൂവീസ് വരുന്നുണ്ട്. എമ്പുരാൻ എനിക്ക് ഇവരുടെ ഈ മാർക്കറ്റിംഗ് കാണുമ്പോൾ ചെറിയ സംശയം തോന്നുന്നുണ്ട്. ഇവർ ഹൈപ്പ് കൊടുത്ത് ഈ പടം റിലീസിന് മുമ്പ് കാശിനാക്കാനുള്ള വേണ്ടിയാണെന്ന് അറിയില്ല. തുടർന്ന് എനിക്കുള്ള എക്സ്പെക്ടേഷൻ പ്രതീക്ഷയുണ്ട്. തനിമൂർത്തി നല്ലൊരു ഡയറക്ടറാണ്. ഇനി മോഹൻലാൽ ഒരുപാട് നല്ല സിനിമ വരുന്നുണ്ട്. ഇനി ലാൽ യുഗം എന്ന് പറയാൻ ശരി. കാരണം മമ്മൂട്ടിക്ക് പ്രായമായി. പുള്ളി ഇനിയിപ്പോൾ ബിഗ് ബി ഒന്നും അതൊന്നും പുള്ളിക്ക് ചെയ്യാൻ പറ്റില്ല. ആക്ഷൻ പറ്റില്ല. ഇപ്പോൾ ഈ ഭീഷ്മയിൽ കൂടെ ആക്ഷൻ ചെയ്ത സൗബിനാണ്.
ആക്ഷൻ പുള്ളിക്ക് പറ്റില്ല. പുള്ളിക്ക് ഇനി പേരൻപ് അല്ലെങ്കിൽ നൻപകൾ അതുപോലെ അഭിനയിച്ച റോൾ ചെയ്യാം. പക്ഷെ ലാലേട്ടന് ഇനിയും ഒരുപാട് നല്ല ഇങ്ങനെ കൊമേഴ്സ് പടവും എല്ലാം ചെയ്യാൻ പറ്റും. എനിക്ക് ലാൽ യുഗം വരികയാണ്. ലാൽ മാത്രമല്ല, ഇപ്പോൾ ദിലീപ് തിരിച്ചു വരും, ദിലീപിൻ്റെ പടങ്ങൾ, നിവിൻ പോളി തിരിച്ചു വരും. ഇത് നേരത്തെ ഞാൻ പറഞ്ഞതാണ്. നിവിൻ പോളിയുടെ ബോർഡിൽ മാറ്റി എല്ലാം തിരിച്ചു വന്ന് ഒരു വസന്തകാലത്തേക്ക് കയറാൻ പോവാണ്. അപ്പൊ ഇനിയിപ്പോ എന്തായാലും നാളെ മുതൽ സന്തോഷേട്ടൻ്റെ ഒരു പുതിയൊരു ജീവിതം. അങ്ങനെ ജീവിതമൊന്നും ഇല്ല. നമ്മള് പറയാറുണ്ട് ഇന്റലക്ച്വൽ സെലിബ്രേറ്റ് ചെയ്യാനാണ് ആഗ്രഹം എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. നടക്കില്ല, ഇവിടെ നടക്കില്ല. അത് അല്ല, ആ രീതിയിൽ എന്തായാലും ആവാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആശംസിക്കുന്നു. നോക്കട്ടെ, അങ്ങനെ മാറ്റം വരുന്നു നോക്കട്ടെ. നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിന്റെ ഡൈവോള്, സന്തോഷ് പണ്ഡിറ്റ് പണ്ട് കോമാളിയായി, അതേതായാലും ഇപ്പൊ മാറിയല്ലോ. അതേപോലെ മാറ്റം വരട്ടെ. എല്ലാവരും അങ്ങനെ ആവാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, താങ്ക് യു.